ഹലോ. ഇപ്പൊ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1 കഴിഞ്ഞു. എങ്ങനത്തെ ചോദ്യമായിരുന്നു നമ്മൾ കണ്ടു, എന്തോരം ടൈം കൺസ്യൂമിങ് ആണെന്ന് കണ്ടു. ഇനി എന്തൊക്കെ നോക്കിയിട്ട് പോയ സ്റ്റേജ് 2 ഓക്കെ ആയിരിക്കും അല്ലെ? ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കുമല്ലോ ഇപ്പൊ എല്ലാം തപ്പുന്നേ. അപ്പം ഈ സ്റ്റേജ് 2 നിങ്ങൾ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും ടഫ് ആയിട്ടുള്ളതും റിലേറ്റഡ് ഫാക്ടുകളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ച് പോയി കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ കുറച്ചുകൂടെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കിട്ടും. അപ്പോഴേ നമുക്ക് തുടങ്ങാം. ആദ്യമേ ഈ 2025 തന്നെ ഡിഗ്രി പ്രിലിംസിന്റെ അത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, 2-4 ചോദ്യങ്ങളുണ്ട് ഇംഗ്ലീഷിൽ. പക്ഷെ നമ്മളൊന്ന് അറിഞ്ഞു പോവുക, ആ ചോദ്യങ്ങൾ റിലേറ്റഡും ചോദിക്കും. അതുകൊണ്ട് തന്നെ അപ്പൊ നോക്കിക്കേ, ദ ലാസ്റ്റ് ലോധി ഡൈനാസ്റ്റി റൂളർ ഓഫ് ഡൽഹി സൽത്തനറ്റ് അല്ലെ ഡൽഹി സുൽത്താനേറ്റിലെ ലാസ്റ്റ് ലോധി ഡൈനാസ്റ്റി റൂളർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഡൽഹി സൽത്തനറ്റിലെ ഏതൊക്കെ ഡൈനാസ്റ്റികളാണെന്ന് ചോദിക്കാറുണ്ട്. ഓർമ്മയുണ്ടോ? അടിമ, ഖിൽജി, തുഗ്ലക്ക്, സെയ്ദ്, ലോധി. ഇതാണ് സ്ഥിരമായിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദിക്കുവാണെങ്കിൽ മെയിൻ ആയിട്ടുള്ളത്. ഇതാ അഖിതുസലോ എന്നൊക്കെ പറയത്തില്ലേ നിങ്ങൾ? അപ്പം അടിമ, ഖിൽജി, തുഗ്ലക്ക്, സെയ്ദ്, ലോധി. അതിലെ ലോധിയിലെ ഏറ്റവും ലാസ്റ്റ് ആരായിരുന്നു ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ലോധിയിലെ ആദ്യത്തെ ആളാണ് ബഹ്ലുൽ ലോധി. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഒത്തിരി ഡെപ്തിൽ ഈ ഭാഗത്തൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവങ്ങളും പിന്നെ അത് കഴിഞ്ഞ് മുഗൾ ചോദിച്ചിട്ടുണ്ട് മീഡിയേവൽ ഇന്ത്യയുടെ. അപ്പം ബഹ്ലുൽ ലോധി, ഓക്കെ, ബഹ്ലുൽ ലോധിയാണ് ആദ്യത്തെ ആള്. ഏറ്റവും ലാസ്റ്റ് ആണ് ഇബ്രാഹിം ലോധി. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ആണ് ഇബ്രാഹിം ലോധി. ഇത് ലോധി രാജവംശത്തിലത്തെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നായിരുന്നെങ്കിൽ ബഹ്ലുൽ ലോധിയും ഏറ്റവും ലാസ്റ്റ് ആണെങ്കിൽ ഇബ്രാഹിം ലോധിയുമാണ്. ഓക്കെ ആണോ? അപ്പം ഈ ഇത് ഓർത്ത് വെച്ചാൽ അടിമ, ഖിൽജി, തുഗ്ലക്ക്, സെയ്ദ്, ലോധി ഡൽഹി സുൽത്താനേറ്റിലെ ഒരു ഡൈനാസ്റ്റികളാണ്, ഒരു രാജവംശത്തിന്റെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഓർഡർ. ഇതിലെ ആദ്യത്തേത് ലാസ്റ്റ് ഇതിന്റെ ഓർഡറും ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഓർത്ത് വയ്ക്കുമല്ലോ. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ചോദ്യം, ഇത് ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ, നോക്കുക. സ്റ്റാമ്പ് നിയമം, സ്റ്റാമ്പ് ആക്ടും ടൗൺഷെൻഡ് നിയമവും ഏത് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടെന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പം ടൗൺഷെൻഡ് നിയമം, പിന്നെ നമ്മുടെ സ്റ്റാമ്പ് നിയമം, പിന്നെ ഷുഗർ ആക്ട്, പിന്നെ അതേപോലെ ബോസ്റ്റൺ ടീ പാർട്ടി, പിന്നെ എന്തൊക്കെ എന്താ കോണ്ടിനെന്റൽ, ഓക്കെ, കോണ്ടിനെന്റൽ കോൺഗ്രസ്, ഇതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാ? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടത്, അമേരിക്കൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ ആണോ? അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കോ. 1783 പാരീസ് ഉടമ്പടി. ഇത് എന്ത് പാരീസ് ഉടമ്പടിയാണെന്ന് അറിയാമോ? അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇംഗ്ലണ്ടിന്റെ ഉടമ്പടിയാണിത്. ഓക്കെ, ഇതാണ് പാരീസ് ഉടമ്പടി 1783. 1776 അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുവാണ്, അല്ലെങ്കിൽ അമേരിക്കൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയാം. അത് 1776 അത് ഓക്കെ അല്ലേ? ശരി. അതേപോലെ ഷുഗർ ആക്ട്, ഷുഗർ നിയമം, സ്റ്റാമ്പ് നിയമം, ഓക്കെ, ബോസ്റ്റൺ ടീ പാർട്ടി, പിന്നെ മെയിൻ ആയിട്ട് പിന്നെ എന്തൊക്കെ പറയാം, ഇതൊക്കെ ഓക്കെ, ടൗൺഷെൻഡ് നിയമം, ഇതൊക്കെ അമേരിക്കൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തു വെച്ചോണം. ഓർത്തു വെക്കുമോ? ഇനി ഫ്രഞ്ച് റെവല്യൂഷൻ പറയുവാണെങ്കിലോ ഏത് വർഷമാ? 1789. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയും പിന്നെ ബാസ്റ്റൽ കോട്ടയുടെ തകർച്ചയും, ഇതൊക്കെ ഏതിന്റെ എസ്റ്റേറ്റുകൾ, ഒന്നാമത്തെ എസ്റ്റേറ്റ്, രണ്ടാമത്തെ എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ്, തിദേ, തൈലെ, ഗബല്ല, ഇതൊക്കെ ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. ആണ്. ഇനി റഷ്യൻ റെവല്യൂഷൻ ആണെങ്കിലോ 1917 ബോൾഷെർവിക്കും മെൻഷെർവിക്കും ഒക്കെ റിലേറ്റഡ് ആണ് ഈ റഷ്യൻ റെവല്യൂഷൻ. ഓക്കെ, ഇത് റിലേറ്റഡ് ചോദ്യങ്ങളും നമ്മുടെ ഈ സ്റ്റേജ് 1 അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, പിന്നെ ചൈനീസ് വിപ്ലവം ഉണ്ട്, 1917 ഉണ്ട്. ചൈനീസ് റെവല്യൂഷൻ 1911. ഓക്കെ, അപ്പൊ എന്തായിരുന്നു? ചൈനീസ് റെവല്യൂഷൻ നടന്നു അല്ലെ? എന്നിട്ട് ഓർമ്മകളുണ്ട് 1949 എന്തെന്താണെന്നറിയാം? പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന, പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന. ഇത് 1949 മാവോയുടെ നേതൃത്വത്തിലായിരുന്നു. 1911 സൺ യാറ്റ് സണ്ണിന്റെ നേതൃത്വത്തിലായിരുന്നു, സൺ യാറ്റ് സൺ. ഓക്കെ അല്ലെ? പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന 1949 ചൈനീസ് റെവല്യൂഷൻ, ഓക്കെ, ചൈനീസ് റിപ്പബ്ലിക് ആയത് 1911 ഇപ്പൊ റെവല്യൂഷന്റെ ബേസ് സംഭവങ്ങൾ ഇത്രയാണ് നമുക്ക് ഓർത്തു വയ്ക്കാം. ഇനി ഒന്ന് ഓർത്തു വെച്ചോണം, സ്റ്റാമ്പ് നിയമവും ഷുഗർ ആക്ടും ടൗൺഷെൻഡ് നിയമവും ഇതെല്ലാം അമേരിക്കൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? ശരി. അതേപോലെ ബോസ്റ്റൺ ടീ പാർട്ടി റിപ്പീറ്റഡ് ചോദ്യം, 1773. ഓക്കെ, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് അമേരിക്കൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ടതാ, അത് 74. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണെങ്കിൽ 75, തൊട്ടടുത്ത വർഷം. സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776, ഇതാണ് അമേരിക്കൻ റെവല്യൂഷൻ എന്ന് പറയുന്ന വർഷം, 1776. 83 പാരീസ് ഉടമ്പടി, അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പാരീസ് ഉടമ്പടിയാണ് 83. ഇതൊക്കെ അമേരിക്കൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ടത്. ഓർത്തു വെക്കൂ അല്ലേ? അടുത്തൊരെണ്ണം നോക്കിക്കേ, ഇതൊക്കെ ടഫ് ചോദ്യം, മിക്കവാറും നമ്മുടെ ഈ എന്താ പറയാ
ഈ സ്റ്റേജ് 1 വന്നിട്ടുള്ള ജോഗ്രഫി ചോദ്യങ്ങളൊക്കെ വായിച്ച് തീർക്കാനാണ് സമയം കിട്ടാത്തത് ഏറ്റവും കൂടുതലും. അല്ലെങ്കിൽ ഈ 4 നല്ല സിമിലറും ആയിരിക്കും അല്ലെ. അപ്പം അതെങ്ങനെയൊക്കെ നോക്കാം എന്നുള്ളതോടെ നമുക്ക് പഠിക്കാം അടുത്ത ചോദ്യങ്ങൾ വരുമ്പോഴേ. സദേൺ കാലിഫോർണിയയിലും സെൻട്രൽ ആൻഡ് സദേൺ ടിപ്പ് ഓഫ് ആഫ്രിക്കയിലുമുള്ള ക്ലൈമറ്റ് ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണെന്നുള്ളത് ഓർത്തു വെച്ചോണം. ഓക്കെ, മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ് ആ ഭാഗങ്ങളിൽ ഉള്ളത്, ഓർത്തു വെക്കൂ. അത് ഏതാ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്ന് പറയും. റെഡി? ഇനി അതേപോലെ ഇത് വളരെ ടഫ് ഒരു ചോദ്യമാണ്, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേ. അതായത് ഈ സോയിൽസിനെ പല ഹൊറൈസൺസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഓർഗാനിക് ഏറ്റവും മുകളിൽ, രണ്ടാമത്തത് എ, ബി, പിന്നെ ഇ വരും, പിന്നെ സി, ആർ, ഒരു ഓർഡർ കണ്ടോ അല്ലെ. അപ്പം സോയിൽ ഹൊറൈസൺസ് നോക്കുവാണെങ്കിൽ, ഹൊറിസോൺസ് നോക്കുവാണെങ്കിൽ OAEBC, OAEBC. അപ്പൊ ഇതിന്റെ ഓർഡർ ഇവിടെ ചോദിച്ചിട്ടുള്ളത് O, ഓക്കെ, 2 A, OAE, ഓക്കെ, 3. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ B, പിന്നെ ഉള്ളൂ C, പിന്നെ ഉള്ളൂ R. മനസ്സിലായോ? അപ്പം ഇത് നമുക്ക് ആദ്യമായിട്ടായിരിക്കും, കാരണം ഇത് വളരെ ഡെപ്തിൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 99% ആൾക്കാർ സ്കിപ്പ് അടിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പൊ ഇതിന്റെ ഫുൾ ഓർഡർ പറയുവാണെങ്കിൽ ഇങ്ങനെയാണ്. ഓക്കെ ആണോ? ഈ ഹൊറിസോണുകൾ ഓർത്ത് വയ്ക്കും. സോയിൽ ഹൊറിസോൺസ് ഏതൊക്കെയാണ്? OAEBC ആണ്. ഇതിങ്ങനെ ഓർത്ത് വെച്ചോണം. ഇതിലെ 6 എന്ന് പറയുന്നതാണ് ബെഡ് റോക്കിനെയാണ് കാണിക്കുന്നത്. ഇതിലെ 6 എന്ന് പറയുന്ന ഹൊറിസോൺ ആണെങ്കിൽ ബെഡ് റോക്കിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കോ. ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കിപ്പ് ആക്കണ്ടല്ലോ, അതുകൊണ്ട് ഇത് ഓർത്തോണം. ഡിഗ്രി ലെവൽ ചോദ്യമാണ് കേട്ടോ. പിന്നെ അതേപോലെ നാഷണൽ ഇൻകത്തിന്റെ എസ്റ്റിമേഷൻ മെയിൻ ആയിട്ട് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഈ കൂട്ടത്തിൽ ഏതാണെന്ന്. ഇതൊരു കാര്യം അറിയാം, നിങ്ങളുടെ ഈ സെയിം ചോദ്യം ഡിഗ്രി പ്രിലിംസിന് സ്റ്റേജ് 1 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റിലേറ്റഡ് ഫാക്ടുകളായിട്ടുള്ളതിന്റെ അകത്ത് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇതിന്റെ അകത്ത് ഏത് വരും എന്നറിയാമോ? NNP. ഓക്കെ, നമ്മൾ ഇതിന്റെ വേണ്ടി പ്രത്യേകം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ കേരള ടെക്സ്റ്റ് ബുക്കിന്റെ ചാനലിന്റെ അകത്ത് നിങ്ങൾ കയറി പ്ലേലിസ്റ്റിന്റെ അകത്ത് തപ്പി കഴിഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അകത്ത് ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര എളുപ്പമാണ്. അല്ലാതെ ഇത് ഒരാൾ കണ്ട 100% സ്കിപ്പാ, ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ ബാക്കി ക്ലാസ്സുകൾ ഫാൽക്കൺ ഫ്രീ PSC എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഇനി ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതിന്റെ അടുത്ത ഭാഗം അതിന്റെ അകത്ത് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. അപ്പൊ ഇത് ഞാൻ ഡെപ്തിൽ പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെ അകത്തുള്ള ഉത്തരം എന്ന് പറയുമ്പോൾ NNP മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, NNP മാർക്കറ്റ് പ്രൈസിൽ നിന്നും നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറയ്ക്കുന്നതാണ് NNPFC ഫാക്ടർ കോസ്റ്റ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി അടുത്ത ക്ലാസ്സിലെ വീഡിയോയ്ക്ക് പറഞ്ഞു തരാം. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ ഈ കൂട്ടത്തിൽ ഏതാന്ന് പറഞ്ഞ് ചോദിക്കാം. അത് GDP, GNP, NNP എന്നൊക്കെ തരും. അപ്പൊ നമ്മൾ ഞെട്ടും, GDP ആണോ, GNP ആണോ, NNP ആണോ? അതാണ് ഡിഗ്രി പ്രിലിം സ്റ്റേജ് 1 ചോദിച്ചിട്ടുള്ള ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് അതും അറ്റൻഡ് ചെയ്യാം, നോക്കാം എന്താ. അതേപോലെ 12th 5-year പ്ലാൻ. ഈ 12th 5-year പ്ലാനിന്റെ ഏതാണ് ഇതിന്റെ അത് ശരിയായിട്ടുള്ള ഉത്തരം? 12th 5-year പ്ലാനിൽ ലക്ഷ്യമിട്ടിട്ടുള്ളത് ഏതാണെന്ന്. അപ്പം സസ്റ്റൈനബിൾ ഗ്രോത്ത് അല്ലെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇത് നമ്മൾ 12th പറഞ്ഞിട്ടുള്ളതാണ് ആണല്ലോ. അതെ, പക്ഷേ മോർ പ്രിസൈസ് ആയിട്ട് PSC കൊടുത്തിട്ടുള്ള ആൻസർ എന്ന് പറയുമ്പോൾ ഇതാണ്, ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. ഇത് മൊത്തം കൂടെ വരുന്നതാണ്. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് മാത്രം പറയുമായിരുന്നുണ്ടെങ്കിൽ 11ാമത്തെ പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഇൻക്ലൂസീവ് ഗ്രോത്ത്. 12 വരുമ്പോൾ ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് സസ്റ്റൈനബിൾ ഗ്രോത്ത് വരുന്നുണ്ട്. 12 ആകുമ്പോൾ അത് സസ്റ്റൈനബിൾ ഗ്രോത്തും വരുന്നുണ്ട്, ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവും ആണ്. അതുകൊണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മാത്രം തരുന്നത് നമ്മൾ വീഴാം, ഉറപ്പായിട്ടും വീഴാം. മൊത്തം ഓപ്ഷനും വായിച്ചില്ലേ. ഇതാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനമായിട്ടുള്ളത്. നോക്കിയേ, ഫാസ്റ്റർ ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇൻക്ലൂസീവ് ഗ്രോത്ത്. പിന്നെ മെയിൻ ആയിട്ട് എന്താ പറയാ, ഇലക്ട്രിസിറ്റി സപ്ലൈ, വില്ലേജുകളിൽ ഇലക്ട്രിസിറ്റി സപ്ലൈ കൊടുക്കുന്നത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. ഇത് 2023-24 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അന്നാണ് പഠിച്ചു തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ചോദ്യം ഇപ്പോഴും സ്കിപ്പാ. 12ാം പഞ്ചവത്സര പദ്ധതിയിലാണ് വില്ലേജുകൾ വൈദ്യുതി സപ്ലൈ. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ഉള്ള PDF നിങ്ങൾക്ക് ഫാൽക്കൺ ഫ്രീ PSC, നിങ്ങൾക്ക് ഫാൽക്കൺ PSC എന്ന് തപ്പി കഴിഞ്ഞാൽ ടെലിഗ്രാമിൽ കിട്ടും. അവിടെ ഈ PDF അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ ഇതിന്റെ ബാക്കി പാർട്ടുകളും നമ്മുടെ ചാനലിൽ തന്നെ എടുക്കുവേ. അപ്പം ഇവിടെ വേറൊന്നും പറയാം, ജെൻഡർ. ഓക്കെ, ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരുന്നു, സോഷ്യൽ ഗ്യാപ്പ് കുറയ്ക്കുന്നു എന്നുള്ളതും 12ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഓർത്തു വെക്കോ അല്ലെ. അതേപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫാസ്റ്റർ ഗ്രോത്ത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇൻക്ലൂസീവ് ഗ്രോത്ത് പറയുകയാണെങ്കിൽ 12ാമത്തെ പഞ്ചവത്സര പദ്ധതി. വേണ്ട ഓരോ പഞ്ചവത്സര പദ്ധതിയുടെ ഉള്ളത്. ഇതിൽ ഏറ്റവും ഇതിന്റെ ഇമ്പോർട്ടന്റ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് അത് വെച്ച് സൂപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എനിവേ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു തരാം. റെഡി? ഓക്കെ, അടുത്തത് ഈ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ 2025 ചീഫ് ഗസ്റ്റ് ആരായിരുന്നു? പ്രബോവോ സുബിയാന്റോ ആയിരുന്നു. ഓക്കെ അല്ലേ. ഇത് നമ്മുടെ ഗ്രൂപ്പുകളിലും ഫാൽക്കൺ ഫ്രീ PSCയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഉള്ള, അപ്പം ഫോർവേഡ് ചെയ്യുമ്പോൾ വായിക്കുമ്പോൾ GK ആയിട്ട് കിട്ടുന്നതായിരുന്നു. കറണ്ട് അഫെയർ ആണ്.
76ാമത്തെ റിപ്പബ്ലിക് ദിനം മുഖ്യ അതിഥിയായിട്ടുള്ളത് പ്രഭാവോ സുബിയാന്തോ ആണ്, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. ഇനി അടുത്ത റിലേറ്റഡ് ചോദിക്കുകയാണെങ്കിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. എത്രാമത്തെ റിപ്പബ്ലിക് എന്നൊക്കെയുള്ള കുഞ്ഞു ചോദ്യങ്ങളാണ്, എന്നൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, ശരി. അപ്പം ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് നോക്കിക്കേ, ഇതൊക്കെ ഭയങ്കര ടഫ് ആൻഡ് നമ്മൾ എക്സ്പെക്ടഡ് ടോപ്പിക്. എന്താ എമർജൻസി എന്ന് പറയുന്നത്? കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഡിക്ലറേഷൻ ഓഫ് നാഷണൽ എമർജൻസി. ഇത് ഒരെണ്ണം നോക്കാം, ബാക്കി നമുക്ക് മലയാളം ചോദ്യങ്ങൾ പോയി നോക്കാം കേട്ടോ. അപ്പൊ ഇത്രയും കണ്ടപ്പോഴേ ഇംഗ്ലീഷ് ആണ് എങ്ങനെ അറ്റൻഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നവരുണ്ടോ? ഞാൻ പറയുക, ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 2 നിങ്ങൾ എഴുതാൻ പോകുമ്പോൾ ഇംഗ്ലീഷ് മലയാളത്തിൽ ഇംഗ്ലീഷിന് പ്രയോറിറ്റി കൊടുത്ത് നോക്കണം. ട്രാൻസ്ലേഷൻ ചെയ്തു വരുന്ന മലയാളത്തിൽ ആക്യുറസി വളരെ കുറവായിരിക്കും. വായിച്ച ഒരു കണക്ഷനും നമുക്ക് തോന്നത്തില്ല, ഒരു ബന്ധവും തോന്നത്തില്ല, നമ്മുടെ GK ആയിട്ട് കണക്ട് ആകത്തില്ല. അപ്പൊ ഇംഗ്ലീഷിന് പ്രയോറിറ്റി കൊടുക്കണം. അതിന് ഇതൊരു പ്രാക്ടീസ് ആയിട്ട് എടുത്തു. അടുത്ത മുതൽ മലയാളം ചോദ്യത്തെയും നമുക്ക് നോക്കാം കേട്ടോ. ഇതിന്റെ ബാക്കി വീഡിയോസ് തരാം. ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഇത്രയും നിങ്ങളൊന്നാകും, മാനസികമായി റെഡി ആയിക്കോ. ഓക്കെ, ശരി. പിന്നെ ടഫായിരുന്നു, അതിന്റെ പേര് പഠിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇനി എന്ത് പഠിക്കും എന്നൊക്കെ വിചാരിച്ചാൽ ഒരു കാര്യം ഓർത്തോണേ, ഇത് ഓർത്ത് വെച്ചോണം. എത്ര ടഫ് ആണേലും, എത്ര ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താലും മെയിൻ ലിസ്റ്റ് എഴുതും. കുറെ ആൾക്കാർ മെയിൻസിൽ എഴുതും, അതേപോലെ അതിൽ റാങ്ക് അടിച്ച് ജോലിക്കും കയറും. അപ്പോ ഈ എക്സ്ക്യൂസസ് നമ്മളെ തളർത്തരുത്, ഓർത്തോണം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ എക്സ്ക്യൂസ് എടുത്തിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. മറക്കരുത്, എത്ര ടഫ് ആണേലും എത്ര പ്രോബ്ലം ഉണ്ടെങ്കിലും റാങ്ക് അടിക്കും ആൾക്കാർ, അല്ലേ? നമ്മൾ എന്തിനാ ഇപ്പോഴേ മാറി നിൽക്കുന്നത്? അതുകൊണ്ട് അങ്ങനെ ഒരു എക്സ്ക്യൂസ് ഇല്ല. നമ്മൾ മാക്സിമം എന്തൊക്കെ പോസിബിലിറ്റീസിൽ ഇത് ബെറ്റർ ആക്കാൻ നോക്കുകയാണ്. കട്ട് ഓഫ് നല്ല കുറഞ്ഞു വരും. അതേപോലെ ടഫ് ചോദ്യം അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാർക്ക് നല്ല കൂടുകയും ചെയ്യും. നിങ്ങൾ വിചാരിച്ച ഒരു മാർക്കും ആയിരിക്കത്തില്ല പ്രിലിംസിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, അതിലും കൂടുതലേ വരത്തുള്ളൂ. ഉറപ്പാ, ഇത് എപ്പോഴും ഇങ്ങനല്ലേ? അത് ടഫ് ചോദ്യങ്ങളാണെങ്കിൽ അങ്ങനെ വരും. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അടുത്ത സീരീസ് നമുക്ക് എങ്ങനെ ചെയ്യാം, അടുത്ത എക്സാം എങ്ങനെ ചെയ്യാം നമ്മൾ ഒരുമിച്ച് ആലോചിക്കണം. നിങ്ങൾക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് സെക്ഷനിൽ വാ. ഇനി നമ്മൾ റെഗുലർ ആയിട്ട് ഓരോ പാർട്ടുകളായിട്ട് തരാം കേട്ടോ. വലുതാക്കി തരുന്നില്ല, ഓരോ പാർട്ടായിട്ട് തരാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് എക്സാമുകളിൽ ഈ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സമയം പോകും, അല്ലെങ്കിൽ ടെൻഷൻ ആയിരിക്കും, അല്ല ഇത് എങ്ങനെ ഞാൻ ചെയ്യുമെന്ന് തോന്നും. അതിൽ ഒരു തെറ്റുമില്ല, ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ അല്ലാതിരുന്ന് വായിക്കുമ്പോൾ പെട്ടെന്ന് വരും. ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊവൈഡഡ് ഇൻ ആർട്ടിക്കിൾ 19 ആർ ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ്. നാഷണൽ എമർജൻസിയുടെ സമയത്ത് ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് ആകുമെന്ന് പറയുന്നു. ഇത് ശരിയും തെറ്റുമെന്നും പറയാം, എന്നാൽ പോലും BSCയുടെ ആൻസർ കീ പ്രകാരം ഇത് ശരിയാണ്. 19 ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആവും. ഈ 19 സസ്പെൻഡ് ആകുന്നതിന് വേണ്ടിയുള്ള ആർട്ടിക്കിൾ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു തുടങ്ങി 2022 മുതൽ. ആർട്ടിക്കിൾ 358 ആണ്. അതൊക്കെയാണോ? 358 പ്രകാരമാണ് ആർട്ടിക്കിൾ 19 ഇൻവാലിഡ് ആകുന്നത്. ഇത് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ മാത്രമേ പറ്റൂ. ഇപ്പൊ ഒന്ന് പഠിച്ചോ. ഓക്കെ, ആർട്ടിക്കിൾ 358 അഡ്രസ് സസ്പെൻഷൻ ഓഫ് ആർട്ടിക്കിൾ 19. ഓക്കെ ആണോ? ശരിയാ. 359 ആണെങ്കിൽ എന്താണെന്നറിയാം, 20ഉം 21ഉം ഒഴികെയുള്ള എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും ഇൻവാലിഡ് ആണെന്ന് പറയുന്നത് 359. ഇതും റിപ്പീറ്റഡ് ആയി തുടങ്ങി 2023 ഒത്തിരി വന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 20ഉം 21ഉം ഉള്ളത് ഒരിക്കലും സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാ? ആലോചിച്ച ഇപ്പൊ പറഞ്ഞത് വെച്ച് കിട്ടിയോ? 359 ആണത്. ഓക്കെ, 358 ആർട്ടിക്കിൾ 19 ഇൻവാലിഡ് ആണെന്ന് പറയുന്നെങ്കിൽ 359 ആർട്ടിക്കിൾ 20ഉം 21ഉം ഒഴികെയുള്ള ബാക്കിയെല്ലാമാണ് ഇൻവാലിഡ് എന്നാ പറയുന്നത്. ഓക്കെ, ശരി. റൈറ്റ് ടു ലൈഫ് ആണ് ആർട്ടിക്കിൾ 20. 21 റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടിയുമാണ്. പിന്നെ അതർ റൈറ്റ്സ് മേ ബി സസ്പെൻഡഡ് ബൈ ദ പ്രസിഡന്റ്. പ്രസിഡന്റിന് തോന്നുന്ന പോലെ ബാക്കി റൈറ്റ്സുകൾ ഇൻവാലിഡ് ആക്കുകയും ചെയ്യാം എന്നുള്ളതും ശരിയായിട്ടുള്ളത്. അങ്ങനെ ഈ കൂട്ടത്തിൽ ഇതെല്ലാം ശരിയായിട്ടുള്ളതാണ്. ഇതിലെ ഈ ചോദ്യം 2ഉം 3ഉം നമ്മൾ നല്ല ഫെമിലിയറാണ്. 4ാമത്തേത് ഒരു കോമൺ സെൻസ് ആണ്. പ്രസിഡന്റിന്റെ പ്രത്യേക ഓർഡിനൻസ് പ്രകാരം ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻവാലിഡ് ആക്കാനും വാലിഡ് ആക്കാനും പറ്റും. അത് പ്രസിഡന്റിന്റെ അധികാരമാണ്. ഇനി 19 ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആണെന്നുള്ളത് ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ചോദ്യം തന്നെ. അതിലൊരു കൺഫ്യൂഷൻ, ഒരു തർക്കവും വേണ്ട. കാരണം 352 ഇഷ്യൂ ചെയ്താലാണ് നാഷണൽ എമർജൻസി, 356 ആണെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി, 360 ആണെങ്കിലാണ് ഫിനാൻഷ്യൽ എമർജൻസി. ഇതിൽ 352 ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ആർട്ടിക്കിൾ 19 ഇൻവാലിഡ് ആവുന്നില്ല. അതിന് 358 കൂടെ ഇഷ്യൂ ചെയ്യണം. മനസ്സിലായോ? PSC ആൻസർ കീ പ്രകാരം ഇതെല്ലാം ശരിയാണ്. അപ്പൊ ഇത് ഡിബേറ്റബിൾ ആണ്. പക്ഷെ നിങ്ങൾ അറിഞ്ഞു വെക്കുക, PSC കൊടുത്ത രീതി ഇതാണ്. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുമെങ്കിൽ ഇത് ഉത്തരവായിട്ട് വരും. ഓക്കെ, ശരി. ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് ആരാന്നറിയുമോ? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. എന്നാൽ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പറയുമ്പോഴാണ് ലോർഡ് കോൺവാലിസ് വരുന്നത്. ഓക്കെ, ഇതൊന്നും ഒരു സെക്കൻഡ് പോസ് ചെയ്ത് ഒന്ന് വായിച്ചു നോക്കിക്കുക, നിങ്ങൾക്ക് ഹെവി യൂസ്ഫുൾ ആവും. അപ്പൊ ഒരു കാര്യം ഓർത്തോണേ, ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾ റിലേറ്റഡ് പോകുന്നതാണ്. നിങ്ങൾ റാൻഡം ആയിട്ട് എന്തിനേലും പഠിക്കുന്നതിലും ഒത്തിരി ബെറ്റർ. നമ്മൾ എല്ലാ തവണ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുള്ളതാ, ഇനിയുള്ളതിന് അത് യൂസ്ഫുൾ ആയി മാറും. ഓക്കെ, അപ്പോ ഒന്ന് വായിച്ചോ, ഇമ്പോർട്ടന്റ് ആണ്, കളയരുതേ.
വായിച്ചു നോക്കണേ. PDF എടുത്തിട്ട് തരാമേ കേട്ടോ. ഓക്കെ, അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് ഒക്കെ എടുക്കാൻ പറ്റും. ഇല്ലെങ്കിലും PDF വരാം കേട്ടോ. ഫാൽക്കൺ BSc ടെലിഗ്രാം ചാനലിൻ്റെ അകത്ത് ഇത് അപ്ലോഡ് ആയിരിക്കും, നിങ്ങളിത് കാണുമ്പോൾ തന്നെ. ഈ MT വാസുദേവൻ നായർ സൂപ്പർ സൂപ്പർ സൂപ്പർ. നിങ്ങൾ എന്തായാലും സാഹിത്യം ഫുള്ള് പഠിച്ചു വെക്കത്തില്ല, കലാസാഹിത്യം. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെ നോക്കി വെക്കണം. MT വാസുദേവൻ നായർ. ഓക്കെ, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള മെയിൻ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. രണ്ടാം ഊഴം ഭീമന്, ഭീമ പഠിച്ചോ, ഇപ്പൊ തന്നെ പഠിച്ചോ, മറക്കരുതേ. ഓക്കെ, അസുരവിത്താണെങ്കിൽ ഗോവിന്ദൻകുട്ടി. അടുത്ത ചോദ്യങ്ങൾ വരും, കാരണം ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദ്യമാണ്, നമുക്ക് അടുത്തേലും ചോദിക്കും. ഇനി കാലമാണെങ്കിൽ സേതു. ഓക്കെ, നാലുകെട്ടാണെങ്കിലോ കുഞ്ഞുണ്ണിയല്ല അപ്പുണ്ണിയാണ് അത്. ഓക്കെ, അത് അപ്പുണ്ണിയാണെന്ന് ഓർത്തു വെച്ചോണം. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ തെറ്റായിട്ടുള്ളത് ഇതാണ്. അത് മാത്രമല്ല, ഇത് റിപ്പീറ്റഡ് ചോദ്യമായിരുന്നു, പഴയ ചോദ്യവുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് റിലേറ്റഡ് ഫാക്ട് നോക്കിയിട്ട് പോകുക. റാൻഡം ആയിട്ട് നോക്കുന്നതിലും നമുക്കത് ഒത്തിരി യൂസ്ഫുൾ ആകും. ഇനി MT വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനത്തെ ഫാക്ട് എല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തരും. ഫാൽക്കൺ BSc ആദ്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ തപ്പി ജോയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കണേ. ഇപ്പൊ PDF ആക്കി തരാം കേട്ടോ. പ്രധാന നോവലുകൾ ഓർത്തു വെക്കണം, ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, ചോദിച്ചിട്ടുള്ളതാ ഇതെല്ലാം, മറക്കരുത്. ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷനിൽ എന്തെങ്കിലും അടുത്ത എക്സാമിന് വരുന്നുണ്ട്, അത് യൂസ്ഫുൾ ആവും. അല്ലാതെ ഇന്ന് വായിച്ചിട്ട് അടുത്ത മാസത്തെ എക്സാമിന് യൂസ്ഫുൾ ആകത്തില്ല. ഇപ്പൊ വായിച്ച് ഇപ്പൊ തന്നെ ഓർത്തിരുന്ന എക്സാമിൽ ഓപ്ഷനിൽ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് കാലം MT ആണ്, ഈ കാലം കണക്ട് ചെയ്ത് വെച്ചതൊക്കെ ഓർക്കാൻ വരും. ആൻഡ് ഈ കാലത്തിൽ രണ്ടാമതൊരു ചാൻസ് ഉണ്ടോ? ഉണ്ട്, നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത്. ഓക്കെ, എക്സെട്ര എക്സെട്ര. ഈ കാലത്തിൽ എന്ത് പറഞ്ഞാലും അപ്പോഴേ വാരിക്കളയും അല്ലെ, എന്തോ പറഞ്ഞാലും കൂട്ടുകാരിട്ട് വാരും. അങ്ങനെ എന്തെങ്കിലും ഒക്കെ അങ്ങ് എടുത്ത് ഓർത്ത് വെച്ചോണം കേട്ടോ. റെഡി? ശരി. അപ്പൊ അതെ, പ്രധാന കഥാപാത്രങ്ങളും വായിച്ചോണേ കേട്ടോ. 100 അവർ റാൻഡം പഠിക്കുന്നതിലും ബെസ്റ്റ് ഇത് റിലേറ്റഡ് പഠിച്ചു പോകണം. ഓക്കെ, PDF തരാം. ഓക്കെ, ഇതൂടെ ഗുകേഷ് ഡി ആരെ തോൽപ്പിച്ചിട്ടാണ് വേൾഡ് ചെസ് ചാമ്പ്യൻ ആയതെന്ന് ചോദിക്കും. ആരാ? ഡിങ് ലീറൻ ആണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ, ഡിങ് ലീറനെയാണ് തോൽപ്പിച്ചിട്ടുള്ള ഗുകേഷ് ഡി. കാരണം അതിൻ്റെ അകത്ത് ഓപ്ഷൻ എയിൽ ഉറപ്പായിട്ട് ഒത്തിരി വീഴും, മാഗ്നസ് കാൾസണിൽ പോയി വീഴും. ഓക്കെ, ശരി, വായിക്കൂ ഇത്. ഇനി കുറച്ച് അടുത്ത വേറെ ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത്. ഈ കൂട്ടത്തിൽ കാണുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതെന്ന് ചോദിക്കും. ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാ, ബിങ് ഒരു സെർച്ച് എഞ്ചിൻ, അതും മൈക്രോസോഫ്റ്റിന്റെ റിപ്പീറ്റഡ് ചോദ്യം. മോസില്ല ഫയർഫോക്സ് ആണ് ഈ കൂട്ടത്തിലെ ഒരു ബ്രൗസർ ആണ്, സെർച്ച് എഞ്ചിൻ അല്ല, ബ്രൗസർ ആണ്. യാഹൂം ഒരു സെർച്ച് എഞ്ചിൻ ആണ്. ഒരു ഐഡിയ കിട്ടിയോ? റെഡി അല്ലേ? അപ്പോ നമുക്കിനി ബാക്കി കുറച്ച് നമ്മുടെ സ്റ്റേജ് 1 ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യം റിലേറ്റഡ് ഫാക്റ്റും പറയാം. ഞെട്ടിയിരിക്കുവാന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, ചോദ്യം വായിച്ച് തീരാൻ സമയം കിട്ടത്തില്ലായിരുന്നു ഈ സ്റ്റേജ് 1. ഒരു 4 മണിക്കൂർ കിട്ടിയിരുന്നെങ്കിൽ മൊത്തം വായിക്കാം. അപ്പൊ നമ്മൾ റിലാക്സ് ആവും. എന്നിട്ട് ഒന്നുകൂടെ വായിച്ചെങ്കിൽ ആ ചോദ്യങ്ങൾ കിട്ടിയാൽ. ഇതാണ് അതിന്റെ റിയാലിറ്റി. എക്സാം ഹോളിൽ പോയിരുന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ ഇപ്പൊ ഇരുന്ന് വായിക്കുന്നതുമായിട്ടും ആനയാടി വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസിന് ആ കണ്ണിലൂടെ കണ്ടുപോകാം. അടുത്ത എക്സാമിന് കുറെ കൂടെ അത് നമുക്ക് മാനസികമായി ഹെൽപ്ഫുൾ ആവും. പിന്നെ ഈ ചോദ്യങ്ങളൊക്കെ ഒറ്റയ്ക്കും മാറിയും ഒക്കെ പല എക്സാമുകളിലും നമ്മൾ ഇത്രയും ഡിഫിക്കൽട്ടി തന്നെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിനൊരു കോംപ്രമൈസ് ഒന്നുമില്ല. പിന്നെ ഡിഫിക്കൽട്ട് ആയിരുന്നു, എല്ലാവർക്കും ആയിരുന്നു, അതിലൊരു മാറ്റവും. ഇനി ഇതിന്റെ പേരിൽ ഇനി നോക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കില്ല. ഇനിയുള്ള സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 30-35 മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾ ആ 30-35 മാർക്ക് അല്ല, ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യുക. ആ ക്വസ്റ്റ്യൻസിന്റെ ഓവറോൾ വാല്യുവേഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മോഡറേഷൻ കഴിയുമ്പോൾ മാർക്ക് കൂടും. മനസ്സിലായോ? അതുകൊണ്ട് പ്രതീക്ഷ ഒരു സെക്കൻഡിലും കളയരുത്. നിങ്ങൾ തന്നെ ആലോചിച്ചേ, ഓരോ തവണ എഴുതിയ എക്സാമിന്റെ വാല്യൂസ് വേറെ ആയിരുന്നു വന്നിട്ടുള്ളത് അല്ലെ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ശീതയുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് വാറുമായി ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ, വേൾഡ് വാർ 2 കഴിഞ്ഞു, 2 ലോക രാജ്യങ്ങളായി മാറുന്നു. ഒന്ന് USA ലെഡ് നേഷൻസ്, പിന്നെ ഒന്ന് USSR അല്ലെങ്കിൽ റഷ്യ ലെഡ് നേഷൻസ്, രണ്ടായിട്ട് ഇങ്ങനെ മാറുന്നു. ഇവർ തമ്മിൽ ആശയപരമായിട്ടുള്ള യുദ്ധത്തിനെയാണ് ഈ ശീതസമരം, കോൾഡ് വാർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് കോൾഡ് വാർ. എന്തൊക്കെയുണ്ടെന്ന് അറിയാം? ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ഉണ്ട്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു അല്ലെ. പേൾ ഹാർബർ ആക്രമണം പറയാൻ പറ്റത്തില്ല, കാരണം ജപ്പാൻ പേൾ ഹാർബർ ആക്രമിച്ചപ്പോഴാണ് US വേൾഡ് വാർ 2 എൻട്രി ചെയ്തത്. അത് കോൾഡ് വാറുമായി ബന്ധമില്ല. അപ്പൊ രണ്ടുള്ളതൊക്കെ തന്നെ നമുക്കെടുത്ത് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റത്തില്ലേ? വിയറ്റ്നാം യുദ്ധവും ക്യൂബൻ ക്രൈസിസും ഒക്കെ റിലേറ്റഡ് ആണ്. അതിൽ ക്യൂബൻ ക്രൈസിസ് ഉറപ്പായിട്ട് നമുക്ക് ഉറപ്പിക്കാം ഒന്നുള്ളതാണ് അല്ലെ. നാറ്റോയുടെ രൂപീകരണം, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് നാറ്റോ. അതായത് നോർത്ത് ഭാഗത്തുള്ള
ഓക്കെ, US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേർന്ന് ഫോം ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അപ്പൊ അപ്പുറത്ത് USSR എന്ത് ചെയ്തു വാസോ പാക്ട് ഒക്കെ ഒപ്പുവെക്കുന്നു, വേറെ വലിയ രീതിയിൽ ബിൽഡ് ചെയ്യുന്നു. അപ്പൊ പൊളിറ്റിക്കൽ ടെൻഷൻസ്, ഐഡിയോളജിക്കൽ ടെൻഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി വരിക. അത് ശീതയുദ്ധത്തിന് കാരണമാണ്. ഓക്കെ ആണോ? ഇത്രയും കിട്ടിയോ? മ്യൂണിക് സമ്മേളനം എന്തുമായി ബന്ധപ്പെട്ടത്? വേൾഡ് വാർ 2 കഴിഞ്ഞ് വൺ കഴിഞ്ഞ് 2 തുടങ്ങാൻ വേണ്ടിയുള്ള കാരണത്തിൽ ഒരെണ്ണമായിരുന്നു മ്യൂണിക് സമ്മേളനം, അല്ലേ? മ്യൂണിക് ഉടമ്പടി പ്രീണന നയത്തിന്റെ പോളിസി ഓഫ് അപ്പീസ്മെന്റിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ മ്യൂണിക് ഉടമ്പടി. ഹിറ്റ്ലറിന്റെ സാമ്രാജ്യത്വ മോഹം ഒന്നും അങ്ങോട്ട് അടക്കി വെക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ അത് പ്രീണന നയത്തിന്റെ ഭാഗമായി മ്യൂണിക് സമ്മേളനം. അപ്പൊ 1, 3 and 4 ഈ കൂട്ടത്തിൽ വരും. ഓക്കെ, ഇത് എക്സാം ഹോളിൽ പോയിരുന്നു പെട്ടെന്ന് കിട്ടുമോ? ഇല്ല, ടഫ് സംഭവങ്ങളാണ്. പക്ഷേ ചിലത് ഒപ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പേൾ ഹാർബർ, വേൾഡ് വാർ 2 US എൻട്രി ചെയ്ത്. അപ്പൊ രണ്ടുള്ളതൊക്കെ എടുത്ത് കളയാൽ അങ്ങനെ അത് പോകും. വിയറ്റ്നാം യുദ്ധം കൺഫ്യൂഷനിൽ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ല. പക്ഷെ നേറ്റോയുടെ രൂപീകരണം നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ രണ്ട് വേറെ തൊട്ട് അയൽവക്കക്കാരുമായിട്ടൊരു വഴക്കിലാണ്, അവർ പോയി വേറൊരു വലിയൊരു സംഘടന ഫോം ചെയ്തു, അല്ല 5-6 വീട്ടുകാരുമായിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു, നമുക്കൊരു പൊളിറ്റിക്കൽ ടെൻഷൻ ഫീൽ ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ പോയി വേറെ തുടങ്ങും. അതാണ് ഈ നാറ്റോയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത് ശീതയുദ്ധത്തിൽ വരുമോ? വരും കേട്ടോ. മ്യൂണിക് സമ്മേളനം വേൾഡ് വാർ 1 കഴിഞ്ഞ് വേൾഡ് വാർ 2 തുടങ്ങുന്നതിന് കാരണമായിട്ടുള്ളതിൽ ഒന്നാണ് മ്യൂണിക് സമ്മേളനം. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൽ ഒപ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇതൊന്ന് നോക്കിക്കേ. ക്യൂബൻ മിസൈൽ ക്രൈസിസ് വർഷം പഠിച്ചു വെക്കണം, 62. പേൾ ഹാർബർ ആക്രമണം കണ്ടോ, 1941 US എൻട്രി ചെയ്യുന്നപ്പം, അല്ലെ? ജപ്പാനാണ് ആക്രമിച്ചിട്ടുള്ളത് പേൾ ഹാർബർ. വിയറ്റ്നാം യുദ്ധമാണെങ്കിലോ 54-75. അതെ, ഓരോ എക്സാമ്പിളുകൾ വരുമ്പോഴും റിലേറ്റഡ് ഫാക്ട് ആയിട്ട് നമ്മുടെ ഫാൽക്കൺ ഫ്രീ PSCക്കകത്ത് ഇത് ഇങ്ങനത്തെ കണ്ടന്റ്സുകൾ ഇടാറുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് പോയാൽ തന്നെ നല്ല യൂസ്ഫുൾ ആണ്. ടെലിഗ്രാം തപ്പി എടുക്കുക, കിട്ടും കേട്ടോ. ചാനലും തപ്പിയാൽ മതി, യൂട്യൂബ് കിട്ടും. മ്യൂണിക് ഉടമ്പടി 1938 വെരി ഇമ്പോർട്ടന്റ്. നാറ്റോ 1949 2025 തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യവുമാണ്. നാറ്റോ 1949 ഓക്കെ അല്ലേ? റെഡി? ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ശീതയുദ്ധത്തിന്റെ ഭാഗം. ഓക്കെ, പിന്നെ നാറ്റോയുടെ പറയുവാണെങ്കിൽ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ്. ഇതും 2024-25 ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. 1949 എന്നുള്ളതും പ്രീവിയസ് ചോദ്യങ്ങളാണ്. അതേപോലെ വേൾഡ് ബാങ്കിന്റെ വർഷം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ വർഷം, ഇതൊക്കെ ഇത് റിലേറ്റഡ് ചോദ്യങ്ങൾ തന്നെ വന്നുകൊണ്ടിരുന്നതാ, അല്ലെ? ഓക്കെ ആണോ? ഓക്കെ. അടുത്ത മുഗൾ വാസ്തുവിദ്യയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി? മിഡീവൽ ഇന്ത്യക്കകത്ത് മുഗൾ നിങ്ങൾ നോക്കിയാൽ മതി. കാരണം ബാക്കി നമ്മൾ പറഞ്ഞിട്ടുള്ള ഡൽഹി സൽത്തനറ്റിലെ അടിമ, ഖിൽജി, തുഗ്ലക്ക്, സെയ്ദ്, ലോധി, ആ ഒരു ഓർഡറും അതിലെ ആദ്യത്തെ അവസാനത്തെ ആളെ ഒന്ന് ഓർത്തു വെച്ചാൽ കുറെ കൂടെ നല്ലതാ. അല്ലാതെ ആഴത്തിൽ പോയി അതിന്റെ സമയമോ വർഷമോ കളയണ്ട. അല്ലെങ്കിൽ റിലേറ്റഡ് നമ്മൾ പറയുന്നത് നോക്കിയിട്ട് അത് പോയാൽ മതി. അല്ലാതെ വരുന്ന പൊക്കോട്ടെ, കുഴപ്പമില്ല. ഈ മുഗൾ വാസ്തുവിദ്യയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ആണോ അല്ലേ? ആലോചിച്ചോണേ. ഫത്തേപൂർ സിക്രി, ഇത് നമുക്കറിയാം, ആരാ? അക്ബർ പണിതതാണല്ലേ. ഈ കോട്ട സ്ഥാപിച്ചത് ഷാജഹാനാണ്. ഓക്കെ, അപ്പൊ തന്നെ ഒന്നുള്ളതെല്ലാം തെറ്റ്, എല്ലാം ശരി എന്ന് പറയുമ്പോൾ 1, 2, 3 and 4 വരെ ഇത് തെറ്റ്, ഇത് തെറ്റ്, ഇത് തെറ്റ്. ആലോചിച്ചേ, ക്യാൻസൽ ചെയ്ത് ഇത് മൊത്തം പോയില്ലേ? ഇത് എക്സാമ്പിളിൽ നമുക്ക് ഒരു 5 മിനിറ്റ് 6 മിനിറ്റിനുള്ളതും ബാക്കിയുള്ള ക്വസ്റ്റിനിലേക്ക് ടെൻഷൻ തരാനും കേപ്പബിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി വരാൻ പോകുന്ന ചോദ്യം കണ്ടിട്ടില്ല, അതിന് മുന്നേ തന്നെ ഇത് പറയുക. അതുകൊണ്ട് ഇതൊന്നും ശരിയല്ല എന്നുള്ളത് കൊടുത്ത് അടുത്തേലോട്ട് പോയാൽ ഒരു തെറ്റുമില്ല. ആലോചിച്ച്, കോമൺ സെൻസ് അല്ലേ, ലോജിക് അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരെണ്ണം. ഫത്തേപൂർ സിക്രി പണി കഴിപ്പിച്ചത് അക്ബറാണ്. ബുലന്ദ് ദർവാസ, അത് ഫത്തേപൂർ സിക്രിയുടെ കവാടമാണ്, മറക്കരുത്. ഇതേപോലെ തന്നെ ഈ കൊട്ടാരത്തിലെ കാര്യങ്ങളെല്ലാം, ഹൗസ് ഹോൾഡ് ഓഫ് ദി കോർട്ട്, അല്ലെങ്കിൽ കൊട്ടാര കാര്യങ്ങളൊക്കെ നോക്കി നടന്നത് ആരാണെന്നും പറഞ്ഞുകൊണ്ട് 2023 ചോദിച്ചിട്ടുണ്ട് ഡിഗ്രി പ്രിലിംസിൽ. അതാരായിരുന്നു? ഖാൻ ഇ സമാൻ എന്നുള്ള വ്യക്തിയാണ്. എന്നാൽ പടത്തലവനായിട്ടുള്ളത് ആരായിരുന്നു? പട്ടാള മേധാവി ആരായിരുന്നു? നിർഭക്ഷിയായിരുന്നു എന്നൊക്കെയുള്ളതും പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. എല്ലാം ഈ മിഡീവൽ ഭാഗത്തും ചോദിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടും മുഗൾസ്, അതിൽ അക്ബർ, മാർക്കല്ലേ, പ്രയോറിറ്റി കൊടുക്കുവാണെങ്കിൽ അതാണ് ബെസ്റ്റ്. ഇതും ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. 24-25 ചോദിച്ചിട്ടുള്ള ഡൽഹിയിലെ മോട്ടി മസ്ജിദ് നിർമ്മിച്ചത് ഔറംഗസേബുമാണ്. ഇമ്പോർട്ടന്റ്. എവിടെ? ഡൽഹിയിലത്തെ മോട്ടി മസ്ജിദ് നിർമ്മിച്ചത് ഔറംഗസേബുമാണ്. ഓക്കെ, ഇത് കണ്ടോ, ചാനൽ അതേപോലെ എടുത്ത് ഇടുന്നതാ, നിങ്ങൾ കയറി വായിക്കണം, ലൈവ് ആകണം. അടുത്ത ക്ലാസ് അപ്ഡേറ്റ്സ് എല്ലാം അവിടെ ഉണ്ടാവുമേ. ഫത്തേപൂർ സിക്രി സ്ഥാപിച്ചത് ആരാ? അക്ബറാണ്. അതിന്റെ കവാടമാണ് നമ്മളിപ്പോ പറഞ്ഞു പഠിച്ചിട്ടുള്ളത്. ബുലന്ദ് ദർവാസ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കണ്ടേ. ബുലന്ദ് ദർവാസ ഫത്തേപൂർ സിക്രിയുമായി ബന്ധപ്പെട്ടതാണ്, അക്ബറുമായി ബന്ധപ്പെട്ടതാണ്. ഓർത്തു വെക്കുവോ? റെഡി അല്ലേ? ഓക്കെ, ഇനി അടുത്തത് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗമല്ലാത്തത് ഈ കൂട്ടത്തിൽ ഏതാണ്? ഭാഗമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്.
ഇത് ഫുൾ നല്ല കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ്. ഒന്ന് വായിച്ചു നോക്കാം. മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയിട്ടുള്ളത്. മൗണ്ട് ബാറ്റൻ പദ്ധതി, ജൂൺ 3 പ്ലാന്, ഡിക്കി ബർഡ് പദ്ധതി എന്നൊക്കെ അറിയപ്പെടത്തില്ലേ, ആണ്. 47 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരവുമായിട്ടുള്ള ഒരു രാജ്യമായി പ്രഖ്യാപിക്കുവാണ്. ശരിയാണോ? ശരിയാണ്. ഇതുവരെ വായിക്കുമ്പോൾ ഓക്കെ ആയിട്ട് തോന്നും. ഭാഗമല്ലാത്തതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും 1ഉം 2ഉം വരത്തില്ല. കാരണം ഇവിടെ തെറ്റുത്തരവാണ് വേണ്ടത്. തെറ്റാണ് ഇവിടെ കിട്ടേണ്ടതെങ്കിലും ഇവിടെ ശരി വന്നിട്ടുണ്ട്. 1ഉം 2ഉം ഉള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. ഇപ്പൊ 2 ഓപ്ഷൻസ് പോയില്ലേ, എലിമിനേഷൻ ആണ്. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. ഇതെന്ന് പറയുമ്പോൾ ട്രാൻസ്ലേറ്റഡ് വായിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ കിട്ടും. അല്ലാതെ ഇത് വായിച്ചതിന്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ വൃത്തിക്ക്? ഉണ്ടെങ്കിൽ വെരി ഗുഡ്, അല്ലെങ്കിൽ ഇത് നോർമൽ ആണ് കേട്ടോ, കാരണം ട്രാൻസ്ലേഷൻ കൊള്ളില്ല. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമീനിയൻ ചേരണമെന്ന് ഈ നിയമം നിർബന്ധിക്കുന്നു. ഒരു നിയമത്തിന് നിർബന്ധിക്കുന്നില്ല. വേണേ ചേരാം, വേണ്ടാന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ എന്തായാലും 4 ഉൾപ്പെടുന്നതായിരിക്കും, അത് ഉറപ്പാ അല്ലേ? ഇന്ത്യൻ നാട്ടുരാജ്യത്തിൽ പാകിസ്ഥാനിൽ പോകാം, ഇന്ത്യയെ ചേരാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ ഈ പറയുന്ന സംഭവം തെറ്റാ അല്ലേ? കോമൺ സെൻസ്. അപ്പൊ 4 എന്തായാലും ഉള്ള ഒരു ഉത്തരവായിരിക്കും. അപ്പൊ ഇത് ഉറപ്പായിട്ടും കളയാം. ഇവിടെ 4 ഇല്ലല്ലോ, അങ്ങനെ ഇത് കൊടുക്കാം. അതുകൊണ്ട് 3 ടിക്ക് വിടാം. മനസ്സിലായോ? അങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഇത് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ലോജിക്സ് നമ്മൾ ഉപയോഗിക്കേണ്ട വരും. എക്സാം ഹോളിൽ ഇതെല്ലാം ഇങ്ങനെ ഇരുന്ന് വർക്ക്ഔട്ട് ആവോ? ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മൾ 1ാമത്തെ 2ാമത്തെ ചോദ്യം ചെയ്ത് വന്ന ഓർഡർ ഓർമ്മയുണ്ടോ? അതൊന്നും നല്ല ടഫ് സംഭവങ്ങളായിരുന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. 3 പോയി അടുത്തതിൽ ആദ്യത്തെ 3 തന്നെ പോയെങ്കിൽ അടുത്തത് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ ഒരു കാര്യം ഓർത്ത്, എല്ലാവർക്കും ഇങ്ങനെയായിരുന്നു. അത് മറക്കരുത്. ഓക്കെ, ശരി. അപ്പോൾ ഇതൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ കാര്യങ്ങൾ, ജൂൺ 3 പദ്ധതി എന്നറിയപ്പെടും. അതേപോലെ ബാക്കി കാര്യങ്ങൾ ഒന്ന് പോസ് ചെയ്ത് വായിക്കുമോ? PDF ഫാൽക്കൺ PC തരാം കേട്ടോ. അപ്പം ടെലിഗ്രാമിൽ നോക്കിക്കോണേ. ജൂൺ 3 പദ്ധതി, ഇതിന്റെ അടുത്ത ഭാഗങ്ങളും ഫാൽക്കൺ PSCയിലായിരിക്കുമേ ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, വായിച്ചു നോക്കൂ. ഡയറക്റ്റ് ആക്ഷൻ ഡേ വെരി വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ ഡേറ്റ് കൂടെ നിങ്ങൾ പഠിക്കണം. 1946 ഡയറക്റ്റ് ആക്ഷൻ ഡേ. റെഡി? ഇനി ഇത് നല്ല ടഫ് ചോദ്യമായിരുന്നു, മിക്കവാറും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ തന്നെ പറയാം. ഓക്കെ, അതായത് താഴെ പറയുന്നതിൽ ആരൊക്കെയാണ് വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? വൈക്കം സത്യാഗ്രഹം 1924 ആണെന്നും TK മാധവനാണെന്നും PSC ചോദിച്ച് നമ്മളെ ഒരു സെറ്റാക്കി ഇരുത്തിയിട്ട് ചോദിച്ച ചോദ്യം കണ്ട് ഇതിൽ ആരൊക്കെ ഉണ്ടത്. അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പാണ്, TK മാധവനുണ്ട്. ശരി, ആ ലോജിക്കും കൊണ്ട് പോകുമ്പോൾ ഇവിടെ 1, 2, 3 മൊത്തം വരുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതെ ഇവിടെ നിന്ന് ആഡ് ചെയ്ത് പഠിച്ചു വെച്ചോ. മന്നത്ത് പത്മനാഭനെ ഉൾപ്പെടുത്തി ഈ ഒരു ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മന്നത്ത് പത്മനാഭൻ ഉറപ്പായിട്ട് ഇതിൽ ഉൾപ്പെടും. അങ്ങനെ പറയുമ്പോൾ ഇതേ പോകുന്നുള്ളെങ്കിലും നിങ്ങൾ ഓർത്തെ, വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാവ് കേട്ടോ, മന്നത്ത് പത്മനാഭൻ, KP കേശവ മേനോൻ, പിന്നെ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, CP പിള്ളയാണ് ഈ പിള്ള. ഓക്കെ, പിന്നെ CB കുഞ്ഞിരാമൻ, ഇവരെല്ലാം ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, ഓർത്തു വെച്ചോണം. അപ്പം ഇനി ഇത് മാറ്റിയായിരിക്കും അടുത്ത വരാൻ പോകുന്നത് യൂണിഫോം എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ പോകുന്നത്. ഇത് ഇവിടുന്ന് പഠിച്ചോണം. ഇങ്ങനത്തെ ഒട്ടും അറിയത്തില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേക്കണം, ഒന്നും നോക്കല്. നല്ല ടഫായിരുന്നു ഇതേ കേട്ടോ. ഇനി ഇത് നോക്കിക്കേ, റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് ഈ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഇതിന്റെ ഇംഗ്ലീഷ് നോക്കാൻ മറക്കരുത്, ഒന്നും തോന്നരുത്. നമുക്ക് ഇംഗ്ലീഷ് വായിച്ച കണക്ഷൻ കറക്റ്റ് കിട്ടും, അല്ലെങ്കിൽ ഇത് ചിലത് കിട്ടത്തില്ല. നോക്ക്, റഷ്യൻ വിപ്ലവമായി ചോദിച്ചിട്ടുള്ള പണിമുടക്കുകൾ നടത്താൻ രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളെ ഒരു സംഘമായിരുന്നു സോവിയറ്റ് എന്ന് പറയുന്നത്. സോവിയറ്റ് എന്ന് പറയുമ്പോൾ ഈ യൂണിയന് വേണ്ടി, തൊഴിലാളികളുടെ റൈറ്റ്സിന് വേണ്ടി, അവർക്ക് വേണ്ടി പ്രകടനങ്ങളൊക്കെ നടത്താൻ വേണ്ടി, പ്രക്ഷോഭങ്ങളൊക്കെ നടത്താൻ വേണ്ടി, പ്രക്ഷോഭം എന്ന് പറയുന്നില്ല, എനിവേ അവർക്ക് വേണ്ടിയുള്ള സംഭവങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ വേണ്ടിയുള്ളതാണ് സോവിയറ്റ് എന്ന് പറയുന്നത്. ഒരു സംഘമാണ്. കറക്റ്റ് ആണോ? ആണ്. ശരി. ഇനി ബോൾഷെവിക്കുകൾ അന്തിമ ലക്ഷ്യം സോഷ്യലിസം സ്ഥാപിക്കുക എന്നതല്ല, മറിച്ച് റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നുള്ളത്. ഒരിക്കലും അല്ല. ഈ ബോൾഷെവിക്കിന്റെ 2024 PSC വെച്ചറിയാം, ബോൾഷെവിക്ക്. ഓക്കെ, ബോൾഷെവിക്കുമായി ബന്ധപ്പെട്ടതാണ് ഒക്ടോബർ വിപ്ലവം. അതാണ് ഫസ്റ്റ് പ്രീവിയസ് ഇയർ ചോദ്യം. ഈ ഒക്ടോബർ വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടതാ? മെൻഷെർവിക് ആണോ ബോൾഷെർവിക് ആണോ എന്ന് PSC ചോദിക്കാറുണ്ട്. അപ്പൊ ഒക്ടോബർ വിപ്ലവം എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തോണം, ഇങ്ങനെ ഇരിക്കുന്നു, അതായത് ഒരു ബോൾ ഷേപ്പിലാണ് ബോൾഷെർവിക്. അപ്പൊ ഒക്ടോബർ വിപ്ലവം ബോൾഷെർവിക്കുമായി ബന്ധപ്പെട്ടതാ. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അവരുടെ ലക്ഷ്യം എന്തായിരുന്നു അറിയാം? സോഷ്യലിസ്റ്റ് രാജ്യം സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു, അല്ലാതെ റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നുള്ളത് അല്ലായിരുന്നു. ഓക്കെ, മറക്കരുത്. എന്നാൽ മെൻഷെർവിക്കിന്റെ നേതാവ് ആരായിരുന്നു? അത് അലക്സാണ്ടർ കെരൻസ്കി ആയിരുന്നു. അലക്സാണ്ടർ കെരൻസ്കി 2022 ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ളതായിരുന്നു അത്. ഓക്കെ, ലെനിൻ സർക്കാരിന്റെ ആദ്യ
പ്രവൃത്തി സമാധാന ഉത്തരവ് അംഗീകരിച്ചത്, അതായത് സംഭവം ഇത്രേ ഉള്ളൂ, യുദ്ധം നിർത്തിവെക്കുന്നു, അതായത് വേൾഡ് വാർ 1 നിന്നും മാറി നിൽക്കുക എന്നുള്ളതായിരുന്നു ലെനിൻ ആദ്യം ചെയ്ത കാര്യം. അത് ശരിയാണ്, മറക്കല്ലേ. ഇത് വായിക്കുമ്പോൾ ഒരു കണക്ഷൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നതിന്റെ കുഴപ്പമാണ്. പക്ഷെ അതിന് കുറ്റം പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യം, നമുക്ക് ഇംഗ്ലീഷ് ഒന്ന് വായിച്ച് നോക്കണം അതിന്റെ കേട്ടോ. അപ്പൊ ഇത് വായിച്ചു നോക്കണേ. റഷ്യയുടെ പല പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു. അവിടെ സർക്കാർ മാറി നമ്മുടെ സ്റ്റാലിൻ വരുന്ന സമയത്തേക്കും, സോറി സ്റ്റാലിൻ അല്ല, ലെനിൻ, ഓക്കെ, വ്ളാഡിമിർ ലെനിൻ. അപ്പം ലെനിൻ വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? അവർ യുദ്ധത്തിൽ നിന്നും വേൾഡ് വാർ 1 നിന്നും പിന്മാറുകയായിരുന്നു. ഓക്കെ, 1-ാം ലോക മഹായുദ്ധ സമയത്ത് വീണുപോയ ഒരേ ഒരു രാജവംശമായിരുന്നു റോമനോവ്. ഒരു ചോദ്യം ഇവിടെ ഓർത്തോണം, റോമനോവ് രാജവംശം ഏതുമായി ബന്ധപ്പെട്ടതാ? റഷ്യയുമായി ബന്ധപ്പെട്ടതാന്ന് ഓർത്തോണേ. റോമനോവ് റഷ്യയുമായി ബന്ധപ്പെട്ടതാ. പക്ഷേ അവിടെ നിന്നുപോയത് ഒരേ ഒരു രാജവംശം മാത്രമല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇത് തെറ്റായത്. ഒരേ ഒരെണ്ണം മാത്രമല്ലായിരുന്നു, പല രാജവംശങ്ങളും അവിടെ വീണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ റോമനോവ് എന്നുള്ളത് തെറ്റാണ്. റോമനോവ് മാത്രമല്ല, പക്ഷെ റോമനോവ് റഷ്യയിലുള്ളതായിരുന്നു. അങ്ങനെ 1, 3 ഉള്ളതാവാം ഇവിടുത്തെ ഉത്തരം. ശരി, ഇത്ര എണ്ണം എക്സാമുകൾ ഇരുന്ന് ലോജിക്ക് കിട്ടുമോ? കിട്ടത്തില്ല, ഉറപ്പായിട്ടും കിട്ടത്തില്ല. കിട്ടുന്നുണ്ട്, വേറെ റേഞ്ച് ആയതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പം റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളതിൽ പറഞ്ഞു തരാം കേട്ടോ. നോക്കിക്കേ, ബ്ലഡി സൺഡേ എന്തുമായി ബന്ധപ്പെട്ടതാന്ന് ഓർത്തു വെച്ചോണം. രക്തരൂഷിതമായ ഞായറാഴ്ച, പ്രീവിയസ് ചോദ്യം. റഷ്യൻ വിപ്ലവം നടന്നത് 1917. ഓക്കെ, ഫെബ്രുവരി വിപ്ലവം ആരായിരുന്നു? അത് മെൻഷർവിക്കുകളായിരുന്നു. മെൻഷർവിക്കിന്റെ നേതാവ് ആരായിരുന്നു? അലക്സാണ്ടർ കെരൻസ്കി ആയിരുന്നു. ഒക്ടോബർ വിപ്ലവം ആണെങ്കിലോ, ഒക്ടോബർ O പോലെ ഇരിക്കും. O എന്ന് പറയുന്ന ബോളാണ്. ബോൾഷെർവിക്കുകൾ, അതിന്റെ നേതാവ് ആരാ? ലെനിൻ ആണ്, അല്ലെ? വ്ളാഡിമിർ ലെനിൻ ആണെന്ന് ഓർത്തു വെച്ചോളാം. ഇനി പിന്നെ വേറെന്താ? ബെൻഷെർവിക്ക്, ബോൾഷെർവിക്ക്, ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ ഒക്കെ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത്. പ്രീവിയസ് ചോദ്യമാണ്. 10 days that shook the world, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത് 2022 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്ന 1922. അത് നിന്ന വർഷം ഏതാണെന്ന് ചോദിക്കും. അവസാനത്തെ ആളാരെന്നും ചോദിക്കും. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. നിങ്ങൾ ഇത് കണ്ടോ? എഡിറ്റഡ് സമയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നതാ. ഫാൽക്കൺ ഫ്രീ PSC ടെലിഗ്രാം ചാനലിൽ ആദ്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ തപ്പി കയറുക. അവിടെ നിങ്ങൾക്ക് അപ്ഡേഷൻ ഇതേപോലെ ഓരോന്നോരോന്ന് അയച്ചു ഓരോ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ഫാക്ടറുകളും വരാറുണ്ട്. അത് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആക്കാം. ഓക്കെ, അപ്പോഴേ തൽക്കാലം ഇന്നത്തേക്ക് ഇത്രയും മതി. നിങ്ങളൊന്ന് തുടങ്ങി വെക്കുക. പക്ഷെ ഒരു കാര്യം കൂടെ ഓർത്തോണം, എന്താ? നല്ല ടഫ് ചോദ്യങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിലൊരു മാറ്റവും ഇല്ല. സമയം കിട്ടിയില്ല എന്നുള്ളത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യവും. ഇനി സമയം കിട്ടിയാൽ തന്നെ നമ്മുടെ ലോജിക്കിനെ കുഴപ്പിക്കുന്ന രീതിയിലായിരുന്നു ചോദ്യങ്ങളെല്ലാം. പക്ഷേ അതിന്റെ പേര് പറഞ്ഞ് നമ്മൾ അടുത്ത എക്സാമിന് പഠിക്കാതിരിക്കുന്നത് മണ്ടത്തരവാ. ലോകത്ത് എന്ത് സംഭവിച്ചാലും എക്സാമും നടന്നുകൊണ്ടിരിക്കും, അതേപോലെ അപ്പോയിന്റ്മെന്റും നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ പല പ്രതിസന്ധികൾ വന്നാലും നമ്മൾ ശുഭാപ്തി വിശ്വാസം അത് കണ്ടെത്തി മുന്നോട്ട് പോകണം. ഇതൊന്നും നമുക്ക് ആർക്കും ചെയ്തു തരത്തില്ല. പക്ഷെ എന്നാലും ഓർത്ത്, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അവിടെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നുണ്ടേ ഉണ്ട്. ഇതിന് മുന്നിലത്തെ വർഷം ഒക്കെ ആണെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സമയങ്ങളിൽ ആൾക്കാർ പറയും പിൻവാതിൽ നിയമനമാണെങ്കിൽ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞവരുണ്ട്. അവർക്ക് ജോലിക്ക് കയറിയിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ അത് പറഞ്ഞ് വേറൊരു വഴിക്കും പോയിട്ടുണ്ടാവും. ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കരുത്. നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. ഇനിയുള്ള പോസിബിലിറ്റീസ്, ഇനി ഈ ചോദ്യ പേപ്പറും അതിന്റെ റിലേറ്റഡ് ഫാക്ടറുകൾ ഓരോന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോൾ അടുത്ത ചോദ്യ പേപ്പർ നിങ്ങൾക്ക് സൂപ്പറായിട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. നമ്മൾ 5 year പ്ലാൻ പറഞ്ഞു പോയിട്ടുള്ള ഒരാൾ നമ്മുടെ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും കിട്ടും. കാരണം കുറച്ചു മുമ്പ് 12th 5 year പ്ലാനിന്റെ നമ്മൾ പറഞ്ഞത് എന്തുവായിരുന്നു? ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് മെത്തേഡ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറഞ്ഞു, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗരീബി ഹട്ടാവോ, 5ാമത്തെയാന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോ ടോപ്പിക്കിലും റിലേറ്റഡ് പറഞ്ഞു പോയാൽ കുറെ ചോദ്യങ്ങൾ നമുക്ക് കിട്ടും. 100 എണ്ണത്തിൽ ഒരു 10-30 എണ്ണയിൽ കിട്ടും. അതിന് മോഡറേഷനും കാര്യങ്ങളും കഴിയുമ്പോൾ മാർക്കുകളും മാറും. അപ്പോഴും പ്രതീക്ഷ മുന്നിൽ വെച്ചോണം. പ്രതീക്ഷ തരുന്ന ഏതൊരു ക്ലാസ് ഇത് മാത്രമായിരിക്കും, അതിലൊരു മാറ്റവും ഇല്ല. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും പറയാൻ മറക്കരുത്. ഓക്കെ, അടുത്ത ക്ലാസ്സിലെല്ലാം ഇനി ഫാൽക്കൺ PSC ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. നിങ്ങളുടെ എക്സാമിന് ഞാനുണ്ട് കൂടെ. നമുക്ക് ബാക്കിയൂടെ ചെയ്യുമ്പോഴത്തേക്ക് സൂപ്പർ ആവും. ഓക്കെ, ശരി.